ഇവിടെ മുരാരി ബാബുവിന് ജാമ്യം കൊടുത്തതിൻ്റെ 2 ദിവസം മുൻപ് ജാമ്യം നിഷേധിച്ചു. ജാമ്യം നിഷേധിക്കാൻ അന്നും ഈ 90 ദിവസത്തിനടുക്കുന്ന ഈ കുറ്റപത്ര സമർപ്പണ വൈകൽ ആ ജാമ്യ ഹർജിയിൽ അവർ ചൂണ്ടിക്കാട്ടിയതാണ്. എന്നിട്ടും ജാമ്യം കൊടുക്കാത്തതിന് കാരണമായി പറഞ്ഞത് ഈ ബെയിലീസ് റൂൾ ആൻഡ് ജയിലീസ് എക്സെപ്ഷൻ എന്നാണ് പ്രമാണമെങ്കിലും ഇത്രമാത്രം ഗുരുതരമായ കുറ്റം, ഈ പറഞ്ഞ പത്മകുമാർ അടക്കമുള്ള ഒരു കാര്യമാണ്, ഇത്രമാത്രം ഗുരുതരമായ കുറ്റം ചെയ്തവർക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുത്ത് പുറത്തേക്ക് ഇറക്കി വിട്ടാൽ അവർ അന്വേഷണത്തിൽ ഇടപെട്ട് അന്വേഷണം അട്ടിമറിക്കും എന്ന ആശങ്ക ഹൈക്കോടതി പറഞ്ഞതാണ്. 2 ദിവസം കഴിയുമ്പോഴേക്കും 90 ദിവസം അവർക്ക് ഈ മുരാരി ബാബു അടക്കം ജാമ്യം കിട്ടി പുറത്തു പോകുന്നു, ബാക്കിയുള്ളവരൊക്കെ ജാമ്യം കിട്ടി പുറത്തു പോകുന്നു. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ അന്നൊരു ചർച്ചയിൽ പറഞ്ഞ അത് അധികം ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. ഇവിടെ VSSCയിൽ നിന്ന് ഇപ്പോഴും വ്യക്തമായ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് SIT കിട്ടിയിട്ടില്ല. ഈ നടയടച്ച ദിവസം വീണ്ടും സാമ്പിൾ ശേഖരിച്ച് VSSC കൊടുത്തേക്കാണ്. അന്തിമ പോലെ എപ്പോൾ കിട്ടുമെന്ന് ആർക്കും ഒരു തിട്ടമില്ല. ആ പരിശോധനാ ഫലം കിട്ടിയിട്ട് വേണം കുറ്റപത്രം സമർപ്പിക്കാൻ. ആ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലും ആദ്യഘട്ടത്തിലെ പോലെ കേസിനെ ബലപ്പെടുത്തുന്ന SIT പ്രതീക്ഷിക്കും പോലെ പരിശോധനാ ഫലം കിട്ടിയില്ലെങ്കിൽ കേസ് എന്താവും? ശ്രീ ജോർജ് ജോസഫ്, അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ അതിൽ ആശങ്കയില്ല, ഭയക്കേണ്ടതില്ല എന്ന് കരുതിയിരിക്കാൻ കഴിയുമോ? ഇല്ല, നമ്മൾ ആ കേസിന് തുടക്കത്തിൽ മുതൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ പ്രതീക്ഷിച്ച എന്താണ്, അവിടുത്തെ ധാരവാല ശില്പവും അതുപോലെ ആ കട്ടലപ്പടിയുടെയും അതെല്ലാം വെളിയിലോട്ട് പോയി അത് കടത്തിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വെച്ചു എന്നൊരു ധാരണയായിരുന്നു. പക്ഷേ ആ ധാരണ ഇപ്പം മാറി. കാരണം ISRO VSSCയിലെ അവരുടെ ഫോറൻസിക് പരിശോധനയിൽ ആ ഒറിജിനലായ ചെമ്പ് പാളി അവിടെ അത് തന്നെയാണ് എന്നൊരു സംശയം പറഞ്ഞു. അതേപ്പറ്റി കൂടുതൽ പരിശോധിക്കാനാണ് ഇപ്പം രണ്ടാമത് വീണ്ടും VSSC തയ്യാറാകുന്നത്. അങ്ങനെയാണെങ്കിൽ യാഥാർത്ഥ്യം എന്താണ്? VSSCയിലെ പരിശോധനയിൽ ആ സംശയം മാറിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ കോടതിയിൽ കൊടുക്കുന്നതിനകത്ത് ഈ പറഞ്ഞ നിക്കൽ, മെർക്കുറിയൊക്കെ പറഞ്ഞിട്ടുള്ള പ്യൂറായ ശാസ്ത്രീയ പരിശോധനാ ഫലം കൊടുത്തു. അത് കഴിഞ്ഞ് ഇത് മനസ്സിലാകുന്ന പോലെ മൊഴിയെടുക്കാൻ പറഞ്ഞു. മൊഴിയെടുക്കലിൽ ആ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് രണ്ടും ആകാമെന്നാണ്. ഇത് ഒന്നുകിൽ ഒറിജിനൽ പാളിയാകാം, അല്ലെങ്കിൽ മാറ്റിവെച്ച പാളിയാകാം. അത് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല എന്ന മട്ടിൽ ഒരു കൺഫ്യൂഷൻ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീ ജോർജ് ജോസഫ്, അല്ല, അങ്ങനെ ഒരു ഡൗട്ട് നേരത്തെ ആ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ SITക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അവിടുന്ന് ഈ ഒറിജിനൽ സാധനമൊക്കെ വിദേശത്ത് കടത്തിയെന്നൊക്കെയാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മങ്ങലേറ്റതുകൊണ്ടാണ് ഇപ്പം ഞാൻ അതിന് കുഴപ്പമില്ല. കാരണം അതിൻ്റെ ഒരു തീർച്ചപ്പെടുത്തി വരുമ്പോൾ 60 ദിവസം 90 ദിവസം എല്ലാം കഴിഞ്ഞു പോകും. അത് പ്രശാന്ത് വൽപ്പന ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം 10 വർഷത്തിനകത്ത് ഉള്ള ശിക്ഷയേ ഉള്ളൂ, അല്ലെങ്കിൽ 7 വർഷത്തിനകത്തുള്ള ശിക്ഷയേ ഉള്ളൂ ഈ വിജിലൻസ് ആംഗിളിൽ വന്നത്. അത് ഞാൻ നേരത്തെ മുതൽ ഡിഫർ ചെയ്യുന്ന അവിടെ കൊണ്ടാണ്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കൊടുത്തേ പറ്റുള്ളൂ. ആ ജാമ്യം കൊടുക്കുന്നത് ട്രയലിലെ സമയത്ത് ഇവർ ജുഡീഷ്യൽ കസ്റ്റഡി തന്നെ കിടന്നാൽ അതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറിയിരിക്കുന്നു. കാരണം ആ ഗുണമൊന്നും ഇനി കിട്ടില്ല. കാരണം എവിഡൻസ് നശിപ്പിക്കാനോ ആളെ ക്യാൻവാസ് ചെയ്യാനോ ഒന്നും അവർക്കൊന്നും പറ്റില്ല. അവർ രംഗത്തില്ല. ബെയിൽ കൊടുത്തു കഴിഞ്ഞ് ഇതെല്ലാം നടക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് SIT നീങ്ങിയേ പറ്റുള്ളൂ. ഇതിനകത്തൊരു സ്വാധീനം ഇടതുപക്ഷത്ത് അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നേരിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ഷൻ അവർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന അവിടെ കൊടുക്കുകയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഈ ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ IPS ഒക്കെ കിട്ടിയ ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് അവർക്ക് ഇനിയൊന്നും നേട്ടമില്ല. ശശിധരൻ എന്ന മെയിൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ IPS ഒക്കെ കിട്ടിയിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തിന് ഈ 2 വർഷത്തെ സർവീസേ ഉള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ ഹൈക്കോടതിയുടെ അടുത്ത് മാത്രമേ അവർക്കൊരു ഓബ്ലിഗേഷൻ ഉള്ളൂ, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഡിവിഷൻ ബെഞ്ചിൻ്റെ അവിടെ ഇവർ നേരിട്ട് ആ കോടതിയുടെ മുമ്പിൽ, ഡിവിഷൻ ബെഞ്ചിൻ്റെ 2 ജസ്റ്റിസിൻ്റെ മുമ്പിൽ ഇവർ ക്ലാരിഫൈ ചെയ്യുവാണ്. അപ്പോൾ ഈ കേസ് 90 ദിവസം ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് ഡിവിഷൻ ബെഞ്ചിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവർ ജാമ്യത്തിൽ പോട്ടെ. കാരണം അത് മാൻഡേറ്ററി ആയിട്ട് ജാമ്യം കൊടുത്തേ പറ്റുള്ളൂ. പോട്ടെ, അത് കുറ്റമറ്റ രീതിയിൽ ഇതിൻ്റെ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കാം. നമുക്ക് ഇവരെ ശിക്ഷിപ്പിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ജാമ്യം കൊടുത്തതുകൊണ്ട് അത് വലിയ ദൂഷ്യമൊന്നും വരാൻ പോകുന്നില്ല. അത് ജാമ്യം കൊടുക്കാതെ ഇരുന്നത് നല്ലതായിരുന്നു. അത് നടക്കാൻ പോകുന്നില്ല. എല്ലാവരും ജാമ്യത്തിൽ പോകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പോകും. ഏതായാലും കോടതിയുടെ കനിവുണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പം ജാമ്യം കൊടുക്കാതെ അവർ അടുത്ത ദിവസത്തേന് വീണ്ടും ആർഗ്യുമെൻറ്റ് വെച്ചിരിക്കുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു പോകുന്നത് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ആ മുരാരി ബാബു അതുപോലെ ഡേഞ്ചറസ് ആയിരുന്നു. പക്ഷേ മുരാരി ബാബുവിന് കൊടുത്തു. കാരണം കൂടുതൽ കോൺട്രിബ്യൂഷൻ എതിരായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒഴിച്ച് ബാക്കി എല്ലാവരും ജാമ്യത്തിൽ പോട്ടെന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവർക്ക് മറ്റുള്ളവരെ പോലെ ജാമ്യം കിട്ടാനുള്ള അർഹതയുള്ള ആളാണ്.
അത് അയാൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ അധികം എവിഡൻസുകളൊക്കെ നശിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കിലോ കണക്കിന് സ്വർണം റിക്കവർ ചെയ്യാനുണ്ട്. ആ ഒറിജിനൽ സ്വർണ്ണം ഒന്നും കിട്ടാൻ പോകില്ല, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സ്വർണ്ണമേ കിട്ടുകയുള്ളൂ. കാരണം അതിന് പകരമുള്ള സ്വർണം കൊടുക്കുകയുള്ളൂ, അല്ലാതെ വേറെ അതിനകത്ത് നിർത്തിയില്ല. അന്നത്തെ സ്വർണ്ണമൊക്കെ വേറെ വില ആഭരണങ്ങളായിട്ടും വേറെ പലതുമായിട്ടൊക്കെ മാറിക്കഴിഞ്ഞു. അത് ഈ വർഷങ്ങൾ എടുത്തു പോയില്ല, ഇത്ര നാളായില്ല, അത് ആരും വെച്ചുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് ആ ഒറിജിനൽ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്കൊരു കൺവിഷൻ വാങ്ങിച്ചു. ഞാൻ ആ നിയമപ്രശ്നം പ്രശാന്ത് പത്മനാഭനൊക്കെ ഉണ്ട്. ഞാൻ വിജിലൻസ് ആംഗിൾ ഇപ്പോഴും ഞാൻ ആ സംശയത്തിൽ നിൽക്കുകയാണ്. വിജിലൻസ് ആംഗിൾ എങ്ങനെ ഈ കേസ് വന്നു? വിജിലൻസ് ആംഗിളിൽ കേസ് വരണമെങ്കിൽ അത് കൈക്കൂലി സർക്കാർ ഉദ്യോഗസ്ഥർ വാങ്ങുന്നത് മാത്രം സെക്ഷൻ 7 സെക്ഷൻ 13 അനുസരിച്ചേ വരുള്ളൂ ഞാൻ കണക്കാക്കി. അവിടെ എങ്ങനെ പോയി ഈ ഇവർ റിമാൻഡും കസ്റ്റഡിയൊക്കെ കൊടുത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. IPC ഓഫൻസ് ആണ് ഇതിനകത്ത് നടന്നത്. അത് 381 വരുള്ളൂ ഞാൻ ഇപ്പോഴും കരുതുന്നത്. എവിടെ പോയെന്ന് അറിയില്ല. ഇത് വന്നിട്ട് ഇവരുടെ ഒന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അവർ പുറത്തേക്ക് പോകാതെ അവരെ അവിടെ നിലനിർത്താൻ അറ്റ്ലീസ്റ്റ് ഈ കോടതി അടക്കം സംശയിക്കുന്നത് പോലെ തെളിവ് നശിപ്പിക്കലടക്കം ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അതും എവിടെയായി എന്തായി എന്ന കാര്യം ആർക്കും പിടുത്തവുമില്ല. ഓരോരോ പ്രതികളെ ജാമ്യം കിട്ടി പുറത്തേക്ക് പോവുകയുമാണ്. ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നുള്ളതാണല്ലോ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.